ഈ മാസം 28-ാം തീയതി കൊപ്പത്ത് വെച്ച് നടക്കും. മുഖ്യമന്ത്രി സഭാ പിണറായി വിജയനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹം കൊപ്പത്ത് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തിളക്കമാർന്ന രാഷ്ട്രീയം. കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതാണ് ശരിയെന്നാണ് അക്കാലത്ത് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ തുടർ ഭരണം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇപ്പോൾ കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ തവണ വീണ്ടും അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ വയനാട് ചൂരൽമല ഉണ്ടാവുമായിരുന്നു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ഉണ്ടാവാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ പെൻഷൻ, റോഡുകൾ, ഈ വക വികസന മാറ്റങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇത് നമുക്ക് പട്ടാമ്പിയിലൂടെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. പട്ടാമ്പിയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ വികസനമാണ് നടന്നിട്ടുള്ളത്. പണ്ടൊക്കെ MLA സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയും വികസന നായകൻ. അത് പറയുന്നതിൽ അർത്ഥമില്ല. മുഹമ്മദ് മുഹ്സിൻ പട്ടാമ്പിയെ പുനർ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ പട്ടാമ്പിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ 10 വർഷം. 1500 കോടി രൂപയുടെ വികസനം. അത് എല്ലാ മേഖലയിലും, ഏതെങ്കിലും ഒരു മേഖല പോലും വിട്ടുപോയിട്ടില്ല. വലിയ രൂപത്തിലുള്ള വികസനം അത് എല്ലാവർക്കും തൊട്ട് ബോധ്യപ്പെടുന്നതാണ്. ആ വികസന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും അടുത്ത 5 വർഷം കൊണ്ട് പട്ടാമ്പി എങ്ങനെ ആയി തീരണം എന്ന് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ കാഴ്ചപ്പാട് തയ്യാറാക്കിയിട്ടുണ്ട്. 5 വർഷം കൂടി ഞങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ പട്ടാമ്പി വലിയ മാറ്റത്തിലേക്ക് പോകും. ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ വിൽക്കുന്ന തരത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് 28-ന് 5 മണിക്ക് കൊപ്പത്ത് നടക്കുന്ന റാലി. മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും നമ്മുടെ പട്ടാമ്പിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ പങ്കെടുക്കുമ്പോൾ വലിയ ജനാബിലി അവിടെ ഉണ്ടാവണം, നല്ല സ്വീകരണം കൊടുക്കാനാവണം. അതുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. 4:30 മണിക്ക് തന്നെ പൊതുയോഗം ആരംഭിക്കും. 5 മണിക്ക് മുഖ്യമന്ത്രി വരും. അതാണ് പരിപാടി. അതിലെല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കും. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.